ഇവിടെ ഒരു സാരിയിൽ തൂങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഇവിടുന്ന് പല അമ്മമാരും ചെന്നിട്ട് അവരൊക്കെ ഇവർ ഈ വടിവാളി വീശിയും മറ്റ് ആയുധങ്ങൾ കാണിച്ച് ഓടിച്ച് തല്ലി എന്നെ കൊന്നാലും ശരി ഞാൻ കാണിച്ചു കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. ആ വഷളായിപ്പോയ കക്ഷികളുടെ ആക്രമണത്തിന് വിധേയമായതിൻ്റെ ഒരു ഇരയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ. പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എക്സൈസിനോട് അന്വേഷിച്ചാൽ പറയും. ഇവിടെ മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപകമായ ഉപയോഗം. ഇതിൻ്റെ പിന്നിൽ ശരിക്കും CPM തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നീതി നിഷേധിച്ചാലും അല്ലെങ്കിൽ ആൾ മരിക്കപ്പെട്ടാൽ പോലും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുതെന്ന് ചിന്തിക്കുന്ന ഒരുപറ്റ ആൾക്കാരാണ് ഈ പാവങ്ങളെ കുരിശിലാക്കുന്നത്. എനിക്ക് എൻ്റെ മകനെ തല്ലിയവരുണ്ട്. എനിക്ക് അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും വേണം. ഒരു കാലത്ത് അവർക്കൊരു നീതി മേടിച്ചു കൊടുക്കരുത്. അവൻ കാരണമാണ് എൻ്റെ മകൻ തല്ലിനിരയായി. ഒരാൾ ചോദിക്കാനും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു പാവപ്പെട്ട കൊച്ച, അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കൊച്ച. ഇനി ഒരു മക്കൾക്കും ഒരു അമ്മയ്ക്കും ഇനിയൊരു കാലത്തും എന്നെപ്പോലൊരു സങ്കടക്കടലാകരുത്. ഒരു മകനെ 22 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മയാണ് ഞാൻ. അവൻ്റെ ബർത്ത്ഡേയാണ് 29-ാം തീയതി എന്ന് പറഞ്ഞ നാളെ. അവൻ്റെ ആണ് സഞ്ചാരം. തല്ലിനിരയായവനാണ്. തല്ലി ചതച്ചു കളഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ മുഖം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഞാൻ പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് C. ഗോപിനാഥ്, ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ സംഭവം ഞങ്ങൾ നേരം വെളുത്തപ്പോഴാണ് വിഷയം അറിയുന്നത്. അറിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങളിവിടെ വന്നിരിക്കുകയും ഇവിടുന്ന് അങ്ങ് ചെന്ന് നോക്കിയപ്പോൾ ഈ കൊച്ചൻ ഇവിടെ ഒരു സാരിയിൽ തൂങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് ഇതിൻ്റെ സംഭവവികാസങ്ങളും തലേന്നാണ് നടന്ന സംഭവങ്ങളും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവർ ഈ പ്രദേശത്തുകാരും അതുപോലെ തന്നെ പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശത്തുകാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് പോയി. അവർ പറയുന്ന 3 വർഷമായി എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പാർട്ടിയുടെ തന്നെ 2 വിങ്ങായിട്ട് നിന്നുകൊണ്ട് DYFIക്കാരായിട്ടുള്ള 2 വിങ്ങായിട്ട് നിന്നുകൊണ്ടുള്ള പ്രശ്നമായതുകൊണ്ട് മറ്റുള്ളവരാരും അതേപ്പറ്റി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരി. അറിഞ്ഞിട്ടുമില്ല. പക്ഷേ 2-3 പ്രാവശ്യം പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൽ ഇവർ പരാതി കൊടുത്തെന്ന് പറയുന്നു. ഇവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി ഓഫീസ് വഴി ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്ക് അത് തീർന്നു എന്ന് പറഞ്ഞെന്നാലും പക്ഷേ പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മേധാവിത്വമുള്ളവരും എന്ന് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം വലിയ സാമ്പത്തികമായിട്ടുമുള്ള ഇച്ചിരി മുൻപന്തിയിലുള്ളവരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇതുങ്ങൾ പാവങ്ങളായിട്ടുള്ള പിള്ളേരും അതുപോലെ തന്നെ പാർട്ടിക്കാരാണെങ്കിൽ പോലും ഇതുങ്ങൾ അത്ര വലിയ എഫിഷ്യൻ്റ് അല്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള അവർ ഈ വരുന്ന ദിവസത്തിൻ്റെ തലേന്നാളൊരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ വൻമുറി എന്ന് പറയുന്നൊരു പരിപാടി കഴിച്ചിട്ട് അപ്പോൾ എല്ലാം കഴിച്ചാണ് അവർ വന്നത്. അപ്പോഴാണ് അവർക്കിത് തിളച്ച് കയറിയത്. എന്തോ ഇവിടെ ഒരു പയ്യനുമായിട്ടുള്ള പ്രശ്നമുണ്ടെന്നും അവനെ ഇപ്പോൾ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് അവരവിടുന്ന് സംഘം ചേർന്ന് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ട് കണ്ടത് ഈ അഭിയാണ് കണ്ടത്. അഭിയെ കണ്ടേച്ചെന്ന് ചോദിച്ചാൽ ഇന്ന വീട് ഏതാണെന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവൻ പറഞ്ഞ് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അറിയാൻ പറ്റാനിട്ടല്ല, സത്യം എന്തായിട്ടും പറയും. അയൽവക്കത്തുള്ള വീട് അറിയില്ല എന്നുള്ളത് അല്ല. പക്ഷേ ഇവർ വന്നിരിക്കുന്നത് ഇവരുടെ പ്രകൃതവും ഇവരുടെ സന്നാഹങ്ങളും കണ്ടപ്പോൾ അഭിക്ക് മനസ്സിലായി അവനെ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലായി. അത് തീർത്ത ഉടനെ തന്നെ നീ പറഞ്ഞില്ലേ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ കൈകാര്യം ചെയ്തതിലെന്ന് എന്നെ കൊന്നാലും ഞാൻ ഒറ്റ കൊടുക്കില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവരാണ് അവരെ ഒറ്റ കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. പറടാ വീട് കാണിച്ചു കാണാമെന്ന് പറഞ്ഞ് പിന്നെ ഇവനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്ന അറിഞ്ഞത്. ആ മർദ്ദനം വളരെ വളരെ ക്രൂരമായിരുന്നു. ഇവിടുന്ന് പല അമ്മമാരും ചെന്നിട്ട് അവരൊക്കെ ഇവർ ഈ വടിവാളി വീശിയും മറ്റ് ആയുധങ്ങൾ കാണിച്ച് ഓടിച്ച്. അപ്പോൾ ഇവിടെ നിന്നുള്ള പുരുഷന്മാരായ ആളുകളിൽ ഏതാണ്ട് 1-2 പേര് ചെന്നപ്പോൾ ഇവരുടെ കയ്യിൽ ആയുധം കണ്ടതുകൊണ്ട് അവരടുത്തില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റു രീതിയിൽ അവരെ തടയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലല്ലായിരുന്നു അവരുടെ സന്നാഹം. ഒരു വളരെ കാൽക്കുലേറ്റീവായിട്ട് ഇവരെ ആക്രമിക്കുക എന്നുള്ള സ്ഥിതിയാണ്. പക്ഷേ ഈ പാവം ഇവൻ എന്നാൽ ഇതിനകത്ത് പെടുന്നവനോ മറ്റു രീതിയിലുള്ള പ്രശ്നക്കാരനോ അല്ല, ഒന്നുമല്ല, നിരപരാധി കൂടിയാണ്. പക്ഷേ ഇവന് വീട് കാണിച്ചു കൊടുത്തില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടും ആണ്ടാണ് ഇവർ തല്ലുന്നതും. ഇവൻ കാണിച്ചു കൊടുക്കില്ല ഇവൻ തല്ലി എന്നെ കൊന്നാലും ശരി ഞാൻ കാണിച്ചു കൊടുക്കരുതെന്ന് ഇവൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ കൂട്ടുകാരെ ഒറ്റ കൊടുക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാര്യം ചെയ്യരുതെന്നാണ്. അപ്പോൾ ഇവർക്ക് ഇവൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഇവൻ പറയില്ലെന്ന്. അതാണ് ഇത്രയും വലിയ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ. ഏതാണ്ട് അവൻ്റെ ഭാഷയിൽ അവൻ വന്ന് അമ്മയോട് പറഞ്ഞനുസരിച്ചാൽ എൻ്റെ നഖം മുതൽ പെരുവിരൽ വരെ എന്നെ തല്ലിച്ചേരിപ്പെടുത്തി ഇനി ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന
സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കിക്കളയും എന്നാണ് അവൻ അമ്മയോട് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അപ്പോൾ പരസ്പരം സ്വാഭാവികമായിട്ട് പലരും പറയുമല്ലോ വൈകാരികമായിട്ട്, ഞാൻ ഇന്ന് ചത്തുകളി, ഞാൻ എന്താ അങ്ങനത്തെ ഒരു ഇതിലാ തള്ളയും മറ്റുള്ളവരും കണ്ടെങ്കിലും, പക്ഷേ ഇവൻ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവൻ അമ്മയുടെ ഒരു സാരിയായിട്ട് പോയിട്ടാണ് ഈ കൃത്യം നടത്തിയത്. അപ്പോൾ ഈ കൃത്യം നടത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ചരസും കഞ്ചാവും അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ഒരു ഐസൊലേറ്റഡ് പ്ലേസാണ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് പോലീസോ എക്സൈസോ വന്ന് ഒന്ന് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല വരുമ്പോഴത്തെ. ഇതിൽ നിന്നും ഇത്തരക്കാരായ ആളുകൾ വളർന്ന് പന്തലിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പന്നതയുണ്ട്, അതുപോലെ തന്നെ മറ്റു ബലങ്ങളുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിള്ളേർ വഷളായിപ്പോയി എന്നുള്ളതാണ് സത്യം. വഷളായിപ്പോയ കക്ഷികളുടെ അക്രമത്തിന് വിധേയമായതിൻ്റെ ഒരു ഇരയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ. അവന് ഈ ചൊവ്വാഴ്ച വരുമ്പോൾ അവൻ്റെ 22 വയസ്സ് തികയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരമ്മയ്ക്ക് ഒരു മകനായിട്ടുള്ള ആ മകനിൽ പ്രതീക്ഷ കൊണ്ട് ചെമ്മീൻ പൊളിച്ചാണ് അമ്മ വെളുപ്പിന് ഇവിടുന്ന് പോയാൽ പുറത്ത് പോയിട്ട് ചെമ്മീൻ പൊളിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ച് മകനെയും വളർത്തി ജീവിച്ച അമ്മയാണ്. ആ അമ്മയ്ക്കാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടായത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അമർഷമുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവൻ്റെ കയ്യിലൊരു കുറിപ്പുണ്ടായിരുന്നു. ഈ കുറിപ്പ് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ആ കുറിപ്പ് വായിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരതിന് തയ്യാറായില്ല. പിന്നെ ഇവിടെ സ്ത്രീകളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇവൻ ഈ കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒറ്റുകൊടുക്കാൻ പറ്റാത്ത കൊണ്ട് എന്നെ തല്ലി തകർത്താലും എൻ്റെ ജീവിതം പോയാലും എൻ്റെ ജീവൻ പോയാലും ഞാനതിന് തയ്യാറാകില്ലെന്നും അതുകൊണ്ട് ഞാനത് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ ഇതോടുകൂടി ഒടുക്കുകയാണ്, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവൻ എഴുതി വെച്ചിട്ടുണ്ടെന്നും അതിന് നേതൃത്വം കൊടുത്ത പിള്ളേരുടെ പേരും അതിനകത്ത് തല്ലിയ പിള്ളേരെയൊക്കെ അവനറിയാം, അവരുടെ പേരുമൊക്കെ അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സംവിധാനത്തെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇതൊരു കേസെടുക്കാനോ അതിനനുസരിച്ച് ഇതുങ്ങൾക്ക് നീതി ലഭിക്കത്തക്ക തരത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ മറ്റൊരുത്തന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് എക്സിക്യൂട്ടീവ് അധികാരികളും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുകാരൻ കൃത്യത നിർവഹിച്ച് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് FIRും അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ജുഡീഷ്യറിക്ക് ഇത് കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ളൂ. നേരെ മറിച്ച് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോലീസ് കൃത്യവിലോപം ഇപ്പോൾ വരെ കാണിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റന്നാൾ ചൊവ്വാഴ്ച ഞങ്ങൾ രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനായിട്ടാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ നടത്തുക എന്ന് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് നേരെ മറിച്ച് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ 22 വയസ്സ് പ്രായം തികയാൻ പോകുന്നൊരു ചെറുപ്പക്കാരനെ അവൻ പറയുമ്പോൾ അവൻ ആത്മഹത്യ എന്നാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത തരത്തിൽ അവൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞു എന്നുള്ള ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇവർ തന്നെ ഭരണം നോക്കാതെ ഭരിക്കുന്നവർ ക്രെഡിബിളാണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയും കൂടി ഇവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഭരിക്കുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയ മുഖം നോക്കാതെ നീതി ലഭിക്കും എന്നുള്ളതിന് ഈ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കേസെടുപ്പിക്കണം. അതല്ലാതെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും സംവിധാനത്തിലും മറ്റൊന്നുമില്ലല്ലോ. അവർക്കെതിരെ കേസെടുക്കുക, അവരെ അതിന് മാതൃകാപരമായി ശിക്ഷിക്കുക. അമ്മയ്ക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാടിന് നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ പോയി ജീവൻ പോയപ്പോൾ പോയി. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഒരു മാർഗ ഇതായിരിക്കണം. എന്താ വെച്ചാൽ ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനെ മകൻ നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് സഹോദരൻ നഷ്ടപ്പെടാൻ പാടില്ല. ഈ മദ്യവും മയക്കുമരുന്നും കഴിച്ചുകൊണ്ട് ആരെ ആക്രമിക്കുന്ന ഈ സ്വഭാവത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ശക്തമായ നടപടി ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഈ പെരുമ്പളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പളത്ത് മുഴുവൻ ആളുകളും ഇത് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ വളരെ സൗഹാർദ്ദതയിൽ കഴിയുന്ന ആളുകളാണ്. അവിടെ ഒരു സ്പർദ്ധയുടെ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനൊരു വലിയ ഇത്തരത്തിലൊരു എന്താ പറയുക, ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു കൂട്ടം ആളുകളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി ഒരു കൂട്ടം ആളുകൾ വന്നൊരു കുട്ടിയെ തല്ലിച്ചതയ്ക്കുക, ആ തല്ലിച്ചതയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ മാനസികമായും ശാരീരികമായും വേദന അനുഭവിച്ചവൻ്റെ സമൂഹത്തോട് തന്നെ ഒരു മാനസികമായി വിരക്തി ഉണ്ടാകുക, അതിലൂടെ നടത്തുന്ന ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞ കൊലപാതകം തന്നെയാണ്. അപ്പം ഇത്
പെരുമ്പളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പാടില്ല. അതിന് ഇപ്പം നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, ഇതിൽ മാനസികമായി ഒരമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുരനുഭവം മറ്റൊരമ്മമാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ശരിക്കും പറഞ്ഞാൽ നിഷ്ക്രിയമാണ് ഇവിടെ. കാരണം ഇതിൻ്റെ ഈ ബോഡി താഴേക്ക് ഇറക്കുന്ന ആ സമയം വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇത് ഇത്തരത്തിലൊരു സാധാരണ ആത്മഹത്യയാക്കി മാറ്റാൻ തക്ക തരത്തിലുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ശ്രമിക്കുന്നത്? അത് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ മാതിരി ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇടവരും, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെന്ന് കണ്ടുകൊണ്ടതായിരിക്കാം, ഇതൊരു പ്രശ്നമാകരുത് എന്ന് ധാരണ കൊണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം രാഷ്ട്രീയ പ്രശ്നമാണോ? രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല ഇത്. പക്ഷേ രാഷ്ട്രീയ പ്രശ്നമല്ല എങ്കിൽ പോലും ഇത് ഈ കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ പുതുക്കാട് ഏരിയയിൽ ഇതിനു മുൻപ് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ അവിടെ കുറേ ചെറുപ്പക്കാർ ചേർന്നിട്ട് തല്ലിച്ചതയ്ക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇപ്പം പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ എക്സൈസിനോട് അന്വേഷിച്ചാൽ പറയും, ഇവിടെ മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപകമായ ഉപയോഗം അത് ഈ ചെറുപ്പക്കാരിൽ വളരെ ശക്തമാണ്. ഈ പ്രദേശത്തു നിന്നുള്ളൊരു കുട്ടി അതുമായി ബന്ധപ്പെട്ട് കുറേ കാലം റിമാൻഡിലായിരുന്നതാണ്. അപ്പം അത്തരത്തിലൊരു സാഹചര്യം പെരുമ്പളത്ത് നിലവിലുണ്ട്. അപ്പം അത് നമ്മൾക്കതിനെ രാഷ്ട്രീയപരമായി വേർതിരിച്ച് കാണാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല വിഷയം. ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഇതൊരു ഗുണ്ട ആക്രമണം എന്ന് പറയുന്നത് ഒരു ഗുണ്ട ആക്രമണം സാമൂഹിക വിപത്ത് തന്നെയാണ്. ഒരു കാരണം ഒരു പറ്റം ആളുകൾ വന്നിട്ട് ഒരാളെ മർദ്ദിക്കുക, അയാൾ അത് മരണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണത വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ നടപടികളുമായിട്ട് അത് സമരം ഏതറ്റം വരെ കൊണ്ടുപോകണമോ, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നമ്മൾ ചൊവ്വാഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച 10:30 പൂച്ചാക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിൽ നിന്നും നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവരതെങ്ങനെ പ്രതികരിക്കുമെന്നവർക്ക് സെക്കൻഡറിയാണ്. പക്ഷേ എങ്കിൽ പോലും അത് ശക്തമായി വളരെ ജനപങ്കാളിത്തത്തോടുകൂടി അത്തരൊരു സമരം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ട് അത് തുടക്കമാണ്. പിന്നീടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നിഷ്ക്രിയത്വം ഉണ്ടാകുകയും, അല്ലെങ്കിൽ ഇതിന് ഇപ്പം തന്നെ ഇന്നിപ്പം 28ആണ്. ഈ 28-ാം തീയതി ആയിട്ടും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ FIR ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സാങ്കേതികമായി എന്ത് തടസ്സമാണ് അതിൻ്റെ ഉണ്ടാകേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ FIR-ഉമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് വേണമെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം നിലവിലുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ FIR പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളക്ട് ചെയ്ത് FIR ഇടുന്ന ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പോലീസിൽ യാതൊരുവിധ നടപടിക്രമം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു അന്വേഷണമില്ല. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഈ പെരുമ്പളത്തൊരു പരസ്പരമുള്ള വാക്ക് തർക്കത്തിൽ ഒരു വേറൊരു പയ്യനെ കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അറ്റാക്കാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. പക്ഷേ അറ്റാക്കിൻ്റെ വ്യാപ്തി അറിയാൻ പാടില്ലെങ്കിലും ഞാനും ശശികുമാറും കൂടി നേരെ പോകുമ്പോൾ ഈ പോലീസ് ജീപ്പ് വരികയും പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ വളരെ ആക്റ്റീവായിട്ട് പനങ്ങാടിട്ട് ആ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അപ്പം പോലീസ് അവർക്ക് കഴിവില്ലെന്നല്ല, പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ ഏത് തരത്തിലായാലും നിഷ്ക്രിയത്വം പാലിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ആ ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് രാഷ്ട്രീയ ചേരിതിരിവ് കോൺഗ്രസിൻ്റെ ലേബലിലാണ് നടത്തുന്നതെങ്കിൽ പോലും ഇത് മുഴുവൻ ജനങ്ങളും അതിൻ്റെ അകത്ത് പങ്കാളികളായിരിക്കും. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ. ഇതിൻ്റെ പിന്നിൽ ശരിക്കും CPM തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആദ്യം ഇവിടെ ജനം ഒറ്റക്കെട്ടായിട്ട് തന്നെ എതിർന്നെങ്കിൽ ഇന്നിപ്പോൾ അവർ പാർട്ടി വന്നിടപെട്ടതിന് ശേഷം ഈ കൊച്ചിൻ്റെ തന്നെ മരിച്ച കൊച്ചിൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ ഭർത്താവ് ഇവിടുത്തെ CPM-ൻ്റെ ഒരു കക്ഷിയാണ്. അദ്ദേഹം പോലും ഇപ്പോൾ തിരിഞ്ഞ മട്ടിലാണ് നമ്മളോട് സംസാരിച്ചതിലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ, അത് അവൻ തൂങ്ങി മരിച്ചുപോയി, ഇപ്പോൾ അവർ തല്ലിയിട്ടാണെങ്കിലും മരിച്ചില്ലേ എന്നുള്ള രീതിയിലുള്ളൊരു രീതിയാണ്. അതായത് പാർട്ടിയെ വെള്ളതേച്ച് കാണിക്കാനുള്ള ഒരു അടവാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ നീതി നിഷേധിച്ചാലും അല്ലെങ്കിൽ ആൾ മരിക്കപ്പെട്ടാൽ പോലും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുതെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഈ പാവങ്ങളെ കുരിശിലാക്കുന്നത്. ഇത് ഒരേ പാർട്ടിയിലുള്ള രണ്ട് വിഭാഗങ്ങളാണ്. അവിടെയുള്ള മയക്കുമരുന്ന് ലോബി എന്ന് പറഞ്ഞാൽ അവർ വളരെ സമ്പന്നരാണ്, ശക്തരാണ്. കാരണം പണം കണ്ടമാനം ഇത് ഇട്ട് കൂട്ടിയിരിക്കുന്നത്. പാർട്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ കൂട്ടത്തിലേ നിൽക്കുകയുള്ളൂ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ നീതി കിട്ടേണ്ട ഇവിടെയുള്ളത് വെറും പാവപ്പെട്ട ചെമ്മീൻ
ചെമ്മീൻ കൊള്ളാൻ പോകുന്ന ഒരുപറ്റ അമ്മമാരുടെ പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. പക്ഷേ മറ്റേ പ്രദേശം എന്ന് പറഞ്ഞാൽ അവരെല്ലാം സർക്കാർ ജോലിക്കാർ അച്ഛന്മാരൊക്കെ മക്കളൊക്കെ മയക്കുമരുന്ന് വിറ്റ് ഡെയിലി 40,000-50,000 രൂപ അവർക്ക് വരുമാനമുള്ളവരാണ്. പെരുമ്പളത്തൊരു പ്രധാന പ്രശ്നമുള്ളൂ ഈ ലഹരി മാഫിയ. പ്രധാന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം പോലീസും അതുപോലെ തന്നെ സർക്കാരും CPM വിചാരിച്ച ഒരു 24 മണിക്കൂറിൽ തീരുന്നതാണ് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നാണ്. പക്ഷേ അവരതിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത് വ്യാപകമായിട്ട് കച്ചവടം നടക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് പാർട്ടി CPM ഈ പുതിയ തലമുറയുള്ളവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഈ നാടിൻ്റെ സമ്പത്താണ് ചെറുപ്പക്കാരെന്നുള്ള ബോധമുണ്ടെങ്കിൽ അവർ അടിയന്തരമായിട്ട് ഇതിനിടപെടുകയും ഇത് നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. സർക്കാർ വിചാരിച്ച് 24 മണിക്കൂറിനുള്ളിൽ തീരും. നമ്മുടെ മുൻ DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് 24 മണിക്കൂർ പോലും വേണ്ട ഈ സംഭവം CPM വിചാരിച്ച പരിഹരിക്കും. കാരണം അവരുടെ പാർട്ടി ശൃംഖലയും അതുപോലെ ഗവൺമെൻറ്റും പോലീസും ഒക്കെ ചേർന്നാൽ ഇവിടെ മയക്കും. പക്ഷേ അവർക്ക് ഇന്നിപ്പോൾ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചാലേ പാർട്ടിയിൽ ആളെ കിട്ടുള്ളൂ. പാർട്ടി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്ത് കുറ്റം ചെയ്താലും അവരെ സംരക്ഷിക്കുന്നു. അതാണ് ഇപ്പോൾ നിലവിലൂടെ കണ്ടുവരുന്ന ഒരു പ്രവണത. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായി തന്നെയാണോ നിങ്ങൾ നേരിടാൻ അല്ല, ഉദ്ദേശിക്കുന്നത്? നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഇതിനെതിരായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് മരിച്ചുപോയ ആ കുട്ടിയുടെ അമ്മയ്ക്ക് നീതി കിട്ടണം. കാരണം അവരൊരു പാവപ്പെട്ട ചെമ്മീൻകിളി വളരെ പ്രായപത്ര 60 വയസ്സ് മേലുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് ഇനി ഒരുപാട് നാൾ ഇതുപോലെ ചെമ്മീൻകിളി ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നീതി കിട്ടണം, അവരുടെ മനസ്സിന് സംതൃപ്തി കിട്ടണം. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് നീതി കിട്ടിയില്ല, അവൻ്റെ വഴി തന്നെ ഞാനും തേടേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതൊരു അമ്മയ്ക്കും പെരുമ്പളത്തുണ്ടാകാൻ പാടില്ലെന്നുള്ള, പെരുമ്പളത്തുള്ള കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാനും തയ്യാറാണ്.